Hello friends, in the YouTube channel like എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഫിഷ് മോളിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫിഷ് മോളി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഫിഷ് മോളിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് 1/2 കിലോ മീൻ എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗാർലിക്, 2 ടീസ്പൂൺ ഇഞ്ചി, 4 പച്ചമുളക് ചതച്ചു വെച്ചിട്ടുണ്ട്, കറിവേപ്പില ആവശ്യത്തിന്, ലെമൺ, മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ പെപ്പർ, 2 പിഞ്ച് ഗരം മസാല, 1/2 കപ്പ് ഉണ്ട് ഒന്നാം പാല്, 1/2 കപ്പിൽ കുറച്ചധികം ഉണ്ട്, 2 കപ്പ് രണ്ടാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമുള്ള വെളിച്ചെണ്ണ. മീൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെപ്പറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് മീൻ മാരിനേറ്റ് ചെയ്യാം. ഞാൻ 2 ടീസ്പൂൺ പെപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ ലെമൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്താൽ മതി. മീനിൽ ശരിക്ക് തേച്ച് പിടിപ്പിക്കുക. ഞാൻ ആഗോലിയാണ് എടുത്തേക്കുന്നത്. ഇത് കിങ് ഫിഷിൽ ഉണ്ടാക്കാൻ പറ്റും. മാരിനേറ്റ് ചെയ്ത് ഒരു 20 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു പാൻ വെച്ചിട്ട് മീൻ വറുത്തെടുക്കാം. ഷാലോ ഫ്രൈ മാത്രമേ ആവശ്യമുള്ളൂ. മീൻ വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. മീൻ വെച്ചു കൊടുക്കാം. മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മീൻ മറിച്ചിട്ടിട്ടുണ്ട്. ഇതൊരു 2 മിനിറ്റ് കൂടി വറുത്തെടുക്കാം. ഇതിങ്ങനെ ചെയ്യുന്നത് മീൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. മീൻ റെഡി ആയിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പച്ചമണം പോയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. വഴന്ന് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ പെപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അത് കറിക്കൊരു മഞ്ഞ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. 2 പിഞ്ച് ഗരം മസാല. ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. മസാല ഇതിൻ്റെ മുകളിലേക്കൊക്കെ ആക്കി കൊടുക്കാം. ബാക്കിയുള്ള മീനോട് ഇട്ട് കൊടുക്കാം. മസാല ഒക്കെ ഒന്ന് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. മസാല മീനിൻ്റെ മേളിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഉപ്പ് നോക്കട്ടെ. ഉപ്പ് റെഡിയാണ്. ഇതൊന്ന്
വേവിച്ചെടുക്കാം. ഇനി കയ്യിൽ ഉപയോഗിക്കരുത്. ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ചുറ്റിച്ചു കൊടുക്കാം. ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. പുളി കിട്ടാൻ വേണ്ടി കുറച്ച് നാരങ്ങ നീര് ചുറ്റിച്ചു കൊടുക്കാം. പിരിഞ്ഞു പോകത്തൊന്നുമില്ല, അതൊന്നും പേടിക്കണ്ട. ഒന്നുകൂടി ചുറ്റിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. നമ്മുടെ ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഫിഷ് വേണമെങ്കിൽ നിങ്ങൾക്ക് കിങ് ഫിഷ് വേണമെങ്കിൽ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ആഗോലി വേണമെങ്കിലും ഉപയോഗിക്കാം, വെളുത്ത ആഗോലി വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം.